ഓൾ എല്ലാവർക്കും ജി കെ വേൾഡ് ആൻഡ് പി എസ് സിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓഗസ്റ്റ് 1 മുതൽ 31 തീയതി വരെയുള്ള പ്രധാനപ്പെട്ട പത്രവാർത്തകൾ മുഴുവൻ കറണ്ട് അഫയേഴ്സ് രൂപത്തിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യ രൂപത്തിലാണ് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഓഗസ്റ്റ് 21 തീയതി മുതലുള്ള പത്രവാർത്തകളാണ്. അപ്പോൾ പത്രങ്ങൾ വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവരും സമയമില്ലാത്ത ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും നമ്മളുടെ ഈ ഒരു സീരീസ് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പോലീസ് ഉദ്യോഗസ്ഥർക്കായി മീകോപ്സ് എന്ന ആപ്ലിക്കേഷൻ പുറത്തിറക്കിയ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് കേരളമാണ്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒപ്പം തന്നെ മുൻ ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റൻ സമർ ബാനർജി ഓഗസ്റ്റ് 21 തീയതി അന്തരിച്ചു. അപ്പൊ നമുക്ക് ചോദ്യം വരാം, സമർ ബാനർജി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഉത്തരം പഠിച്ചിരിക്കണം, ഫുട്ബോൾ. ഓക്കെ, അടുത്തത് 65ാമത് കോമൺവെൽത്ത് പാർലമെന്ററി കോൺഫറൻസിന് വേദിയാവുന്നത് കാനഡയിലാണ്. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റില് ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ ഇന്ത്യൻ ബൗളറാണ് ജൂലൻ ഗോസ്വാമി വിരമിക്കുകയാണ് ചെയ്യുന്നത്. ഒപ്പം തന്നെ കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർവകലാശാല വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട ഒരു വിവാദ പരാമർശം നടത്തിയിട്ടുണ്ടായി. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് നോക്കാം. പാകിസ്ഥാന്റെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ഗായികയാണ് നയ്യാറ നൂർ അന്തരിക്കുകയുണ്ടായി. അപ്പോ നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം വരാം, പാകിസ്ഥാന്റെ വാനമ്പാടി എന്നറിയപ്പെട്ടിരുന്ന ഗായികയാരാണ്? നയ്യാറ നൂർ. ആഫ്രിക്കൻ രാജ്യമായ നമീബിയയിൽ നിന്നുള്ള ചീറ്റകൾ അടുത്ത മാസം ഇന്ത്യയിലേക്ക് വരും. അപ്പോ കുനോ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധ്യപ്രദേശ്. അപ്പൊ ഇവിടെ നോക്കിക്കോളാം, മധ്യപ്രദേശിലെ കുനോ നാഷണൽ പാർക്കിലേക്കാണ് ആഫ്രിക്കൻ രാജ്യത്തിൽ നിന്നുള്ള നമീബിയയിൽ നിന്നുള്ള ചീറ്റകൾ ഇന്ത്യയിലേക്ക് വരുന്നത്, കുനോ നാഷണൽ പാർക്ക്. നോക്കാം, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ഹൈഡ്രജൻ ബസ് പുറത്തിറക്കിയത് എവിടെയാണ്? പൂനെയിലാണ് ഹൈഡ്രജൻ ബസ്. ഒപ്പം സവർക്കാന രോഗം നിയമവിധേയമാക്കാനായിട്ട് സിംഗപ്പൂർ തീരുമാനമെടുത്തു. ചണ്ഡീഗഡ് വിമാനത്താവളം ഭഗത് സിംഗിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് ചോദിക്കാം, ചണ്ഡീഗഡ് വിമാനത്താവളം ആരുടെ പേരിലാണ് നാമകരണം ചെയ്യപ്പെടുന്നത്? ഭഗത് സിംഗിന്റെ പേരിലാണ്. 2022 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് വേദിയാവുന്നത് ടോക്കിയോ ആണെന്ന് ഓർത്തുവെക്കുക. വിഭജന കാലത്തെ സാംസ്കാരിക വിശേഷങ്ങളും അതുപോലെ തന്നെ മ്യൂസിയവും ആരംഭിക്കുന്ന എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കായിക മേഖലയിലെ മികവുറ്റ താരങ്ങൾക്ക് രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം നൽകുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഒപ്പം കടൽ മത്സ്യങ്ങളിലും കോവിഡ് പരിശോധന ആരംഭിച്ച രാജ്യം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ചൈനയാണ്. ഓക്കെ, അടുത്തത് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ പാരഗ്വയില് മഹാത്മാഗാന്ധിയുടെ പ്രതിമ അനാവരണം ചെയ്ത വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. മുഴുവൻ സമയം പരിചരണം ആവശ്യമുള്ള രോഗികളെ പരിചരിക്കുന്നവർക്ക് മാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. മിക്ക പരീക്ഷകളിലും ഈ കഴിഞ്ഞ 10th പ്രിലിംസിലൊക്കെ ചോദിച്ചൊരു ചോദ്യമാണ് ആശ്വാസകിരണം. പ്രതിമാസം എത്ര രൂപയാണ് നൽകുന്നത്? 600 രൂപയാണ്. ഇനി ചോദ്യം എങ്ങനെയായിരിക്കും? ആശ്വാസകിരണത്തിലൂടെ പ്രതിമാസം എത്ര രൂപയാണ് നൽകുന്നത് ചോദിക്കാം. എത്രയാണ്? 600 രൂപയാണ്. ഓക്കെ, ഇന്ത്യയിൽ ആദ്യത്തെ വാണിജ്യ ബഹിരാകാശ നിരീക്ഷണ കേന്ദ്രം ആരംഭിക്കുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ക്രിപ്റ്റോ കപ്പ് ചെസ് ടൂർണമെന്റില് മാഗ്നസ് കാൾസനെതിരെ ജയിച്ച വ്യക്തിയാണ് ആരാണ്? പ്രജ്ഞാനന്ദ. ഓക്കെ, അപ്പൊ പ്രജ്ഞാനന്ദയാണ് വിജയിച്ചത്. തമിഴ്നാട് സ്വദേശിയാണ്. അക്ഷയ ഊർജ രംഗത്ത് മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളവർക്കുള്ള 2021 സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് നേടിയ പൊതുമേഖലാ സ്ഥാപനമാണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്. നോക്കാം, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വെർട്ടിക്കൽ ലോഞ്ച് സർഫസ് ടു എയർ മിസൈൽ പരീക്ഷണ വിജയം ആയിട്ടുണ്ട്. ഗാട്ടിയാന ദ്വിവർണ എന്ന ശുദ്ധജല ഞണ്ട് വർഗത്തെ കണ്ടെത്തിയ സംസ്ഥാനം ഏതാണ്? കർണാടക. ഡിഗ്രി ലെവൽ പ്രിലിംസിന് നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം, ഗാട്ടിയാന ദ്വിവർണ എന്ന ശുദ്ധജലത്തിലെ ഞണ്ടാണ്. അതിന് കണ്ടെത്തിയ സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. സൈബർ ഇടങ്ങളിൽ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ ശിശു വികസന വകുപ്പ് ആരംഭിച്ച ആപ്ലിക്കേഷനാണ് കുഞ്ഞാപ്പ്. സൈബർ ഇടങ്ങളിൽ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ ശിശു വികസന വകുപ്പ് ആരംഭിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണ്? കുഞ്ഞാപ്പ്.
ഇന്ത്യയുടെ വെതർ വിമൺ എന്നറിയപ്പെടുന്ന ഭൗതിക ശാസ്ത്രജ്ഞയാണ് അന്ന മാണിക്. ഗൂഗിൾ ഡൂഡിലിന്റെ ആദരണം, അതായത് ഗൂഗിളിൽ നമ്മളുടെ അന്ന മാണിക്കിന്റെ ഇമേജ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം വെതർ വുമൺ അന്ന മാണിക്ക് ഗൂഗിളിന്റെ ഡൂഡിൽ ആദരം ലഭിക്കുകയുണ്ടായി. 2022 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ശ്രദ്ധിക്കുക, ബാലസാഹിത്യ പുരസ്കാരം നേടിയതാരാണ്? സേതു മാധവനാണ്. കൃതി ചേക്കുട്ടിയാണ്, നോവലിനാണ് കേട്ടോ, നോക്കിക്കോണം, ഇമ്പോർട്ടന്റ് ആണ്. ചേക്കുട്ടി, സേതു മാധവൻ. യുവ സാഹിത്യ പുരസ്കാരം നേടിയ മലയാളിയാണ് അനഘ ജെ കോലോത്ത്. മെഴുകുതിരിക്ക് സ്വന്തം തീപ്പെട്ടി ഒരു കവിതാ സമാഹാരമാണ്. ഏഷ്യ കപ്പിന് തുടക്കമായി അദ്ദേഹം കോച്ചായിട്ട് VVS ലക്ഷ്മണനാണ്. 2022 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന് വേദിയാവുന്നത് എവിടെയാണ്? UAE ആണ് കേട്ടോ. എവിടെയാണ്? UAE ആണ്. യുനെസ്കോയുടെ 2022 ഫെലിക് ഊഫെ ബോണി സമാധാന പുരസ്കാരം നേടിയത് ആഞ്ചല മെർക്കനാണ്. ലോകത്തിൽ ആദ്യമായി ഹൈഡ്രജൻ യാത്ര ട്രെയിനുകൾ പുറത്തിറക്കിയത് ജർമ്മനിയാണ്. 68ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം വിട്ടു എന്ന തത്തയാണ്. എവിടെയാണ്? ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായലാണ്, ആലപ്പുഴ. വേമ്പനാട്ട് കായലിനെ ആലപ്പുഴയിൽ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പുന്നമടക്കായൽ. ഒപ്പം തന്നെ ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നും അറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. ശ്രദ്ധിക്കുക, ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ്. എന്നാൽ ജലത്തിന്റെ പൂരം എന്നറിയപ്പെടുന്നത് ഏതാണ്? ആറന്മുള വള്ളംകളിയാണ്. ആറന്മുള വള്ളംകളിയാണ്. യെസ്, അപ്പോ നിങ്ങൾക്ക് എല്ലാ ദിവസവും സൗജന്യമായിട്ടുള്ള ക്ലാസ്സുകൾ അൺഅക്കാഡമി വഴി നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മളുടെ സൗജന്യ സ്റ്റഡി ഗ്രൂപ്പിലും ഒപ്പം തന്നെ ഡെയിലി നടക്കുന്ന സൗജന്യ ലൈവ് ക്ലാസ്സിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം തന്നെ ഇപ്പോൾ അൺഅക്കാഡമി സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരള PSC കാറ്റഗറിയിൽ 20% ഓഫർ വരുന്നുണ്ട്. 24 months, 18 months, 12 months, 6 months ഇങ്ങനെയാണ് വരുന്നത്. ഈ കാണിച്ചിരിക്കുന്ന കറന്റ് പ്രൈസിൽ നിന്ന് നിങ്ങൾക്ക് 20% ഓഫർ കഴിഞ്ഞ് വരുന്ന എമൗണ്ട് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആർക്കെങ്കിലും സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടായെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഷാഫി ഐ എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്യുക. 20% ഓഫർ കിട്ടുന്നതാണ്. ഒപ്പം തന്നെ മിഷൻ 2023 12th ഡിഗ്രിക്കും ഒപ്പം തന്നെ ഡിഗ്രി ലെവലിലും ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ഒരു ബാച്ച് നമുക്ക് സെപ്റ്റംബർ 8-ാം തീയതി ആരംഭിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് സബ്സ്ക്രിപ്ഷൻ എടുത്ത് പഠിക്കാവുന്നതാണ്. ഒപ്പം തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഒരു 20% ഓഫർ വരുന്നുണ്ട്. താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് 26-ാം തീയതിയിലെ പ്രധാന വാർത്തകൾ. DRDOയുടെ ചെയർമാനായി നിയമിതനായത് സമീർ വി കാമയാണ്. സമീർ വി കാമത്താണ് DRDOയുടെ ചെയർമാനായി നിയമിതനായത്. ഒപ്പം നമുക്കറിയാം ഇന്ത്യയുടെ എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് UU ലളിത്? 49ാമത്തത്. 48ാമത് ആരായിരുന്നു? NV രമണ. 48. ഇന്ത്യയുടെ 49ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് UU ലളിത്. അപ്പം തന്നെ മറ്റൊരു ചോദ്യം നമുക്ക് പറയാം. ഈ ഉമേഷ് ലളിത് അല്ലെങ്കിൽ UU ലളിതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വക്കേറ്റ് ജോലിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് സുപ്രീം കോടതി ജഡ്ജിയായ ശേഷം ചീഫ് ജസ്റ്റിസ് ആകുന്ന 2ാമത്തെ വ്യക്തിയാണ് അദ്ദേഹം. അബുദാബി മാസ്റ്റേഴ്സ് ചെസ് ടൂർണമെന്റിന് കിരീടം നേടിയത് അർജുൻ ഇർഗാഡിയാണ്. 2022 ഓഗസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ഫിഫ റാങ്കിംഗ് ഇന്ത്യയുടെ സ്ഥാനം 104ഉം ബ്രസീൽ 1-ാം സ്ഥാനത്തുമാണ് വരുന്നത്. യുഫയുടെ 2022 മികച്ച പുരുഷ ഫുട്ബോൾ താരമായി തിരഞ്ഞെടുത്തത് കരീം ബെൻസാമിയാണ്. വനിതാ താരം അലക്സിയ പുറ്റൈസ് ആണ്. നെക്സ്റ്റ്, കോവിഡ് വാക്സിൻ ജോക്കോവിച്ച് US ഓപ്പൺ കളി. അതായത് നമുക്ക് ഈ പറയുന്ന തനിക്ക് US ഓപ്പണിന് നമ്മുടെ US ജോക്കോവിച്ച് ഉണ്ടാവില്ല. കേന്ദ്ര ജലശക്തി മന്ത്രാലയം നീതി ആയോഗം സംയുക്തമായി സംഘടിപ്പിക്കുന്ന ജല ഉച്ചകോടി നടന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. കേന്ദ്ര ജലശക്തി മന്ത്രാലയം നീതി ആയോഗ് സംയുക്തമായി സംഘടിപ്പിക്കുന്ന ജല ഉച്ചകോടി നടന്നത് ന്യൂഡൽഹിയിലാണ്. പെഗാസസ് അന്വേഷണത്തിന് നിയമിച്ച സാങ്കേതിക വിദഗ്ധ സമിതി മേൽനോട്ട ചുമതല വഹിക്കുന്ന മുൻ സുപ്രീം കോടതി ജഡ്ജിയാണ് RV രവീന്ദ്രൻ. ആസാദ്യ അമൃത മഹോത്സവത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ ഓൺലൈൻ വിദ്യാഭ്യാസ ഗെയിം സീരീസ് ആണ് ആസാദി ക്വിസ്. നെക്സ്റ്റ് നോക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ
ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ഡബിൾസ് മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ സഖ്യമാണ് സ്വാതിക് ചിരാഗ് ഷെട്ടി സഖ്യം. 2022 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് വേദിയാവുന്നത് ടോക്കിയോ ആണ്. ലുസൻ ഡയമണ്ട് ലീഗ് മീറ്റിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയത് നീരജ് ചോപ്ര. ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷന്റെ വിലക്ക് നീക്കി ഫിഫ. അണ്ടർ 17 വനിതാ ഫുട്ബോൾ ലോകകപ്പ് ഇന്ത്യയിൽ തന്നെ നടക്കും. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി കപ്പലാണ് INS വിക്രാന്ത്. സെപ്റ്റംബർ 2 പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. നമുക്കറിയാം, ഇപ്പോൾ ഓൾറെഡി സമർപ്പിച്ചു. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി കപ്പൽ ഏതാണ്? INS വിക്രാന്ത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ടെന്നീസ് താരമായ റോജർ ഫെഡറർ. വനിതാ താരം വരുന്നത് നവോമി ഒസാക്കയാണ്. സൗരയൂഥത്തിന് പുറത്തെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ നാസയുടെ ജെയിംസ് വെബ്. എവിടെയാണ്? വാസ്പ് 39b എന്ന ഗ്രഹത്തിലാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. പഴകിയ പഴങ്ങൾ ഉപയോഗിച്ച് പെൻസിലിന്റെ സാങ്കേതിക വിദ്യ കണ്ടെത്തിയത് കാലിക്കറ്റ് സർവകലാശാല പേറ്റന്റാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ നൈറ്റ് ക്ലബ്ബ് വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്ത്. എവിടെയാണ്? തിരുവനന്തപുരത്ത്. ആഗോള ലോക നേതാക്കളുടെ ആഗോള റേറ്റിംഗില് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഒന്നാമതെത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ 49ാമത്തെ ചീഫ് ജസ്റ്റിസ് നമ്മൾ റിപ്പീറ്റഡ് അടിച്ചു വരുന്നതാണ്. ഓഗസ്റ്റ് 28, ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളുടെ നമ്മുടെ അയ്യങ്കാളി ജനിച്ചത്, ഈ ഡേറ്റ് ഓർത്ത് വെക്കണം. ഇതുപോലെ തന്നെ PSC ചോദിച്ചിട്ടുള്ളതാണ്. ഓഗസ്റ്റ് 28 അയ്യങ്കാളി ജയന്തി. ഓഗസ്റ്റ് 28 എത്രാമത്തെ ആയിരുന്നു? 159. പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോണേ. ഓഗസ്റ്റ് 28-ാം തീയതിയാണ് അയ്യങ്കാളി ജയന്തി. 159ാമത്തെ ജയന്തിയാണ് ആഘോഷിച്ചത്. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ ഇടക്കാല പ്രസിഡന്റ് ആയിട്ട് ആദിൽ സുമാലിവാല. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് പുരുഷ ഡബിൾസിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ സഖ്യം നമ്മൾ പറഞ്ഞു സ്വാതിക് ചിരാഗ് ഷെട്ടി സഖ്യമാണ്. 2022 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വേദിയാവുന്നത് ടോക്കിയോ ആണ്. എവിടെയാണ്? ടോക്കിയോ. ഓഗസ്റ്റ് 29 പ്രത്യേകത ദേശീയ കായിക ദിനമാണ്. എന്നാണ്? ദേശീയ കായിക ദിനം. ഹോക്കി ഇതിഹാസം ധ്യാൻ ചന്ദിന്റെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോ ആരുടെ ജന്മദിനമാണ് ഇന്ത്യൻ ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്? നമുക്കറിയാം, ഹോക്കി ഇതിഹാസം ധ്യാൻ ചന്ദ്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഗോൾ എന്ന് പറയപ്പെടുന്നത്. സെപ്റ്റംബർ മാസം പോഷക മാസമായിട്ട് ആചരിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി മൻ കി ബാത്തില് അദ്ദേഹം അവതരിപ്പിച്ചതാണ്. അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനാകുന്നത് കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യമാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന ഫാസ്റ്റ് ബൗളർ എന്ന റെക്കോർഡ് നേടിയത് ജെയിംസ് ആൻഡേഴ്സൺ ആണ്, ഇംഗ്ലണ്ടുകാരൻ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് മുത്തയ്യ മുരളീധരൻ. നാസയുടെ ആർടെമിസ് 1 ദൗത്യം ഇന്ന് ആരംഭിക്കും. മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കാനുള്ള നാസയുടെ ദൗത്യമാണ് ആർടെമിസ് എന്ന് പറയപ്പെടുന്നത്. ഗുജറാത്തി നൃത്തരൂപമാണ് ഗർഭ. ഇത് PSC ചോദിക്കുന്നതാണ്. ഗർഭ ഏത് നാടിന്റെ നൃത്തരൂപമാണ്? ഏത് സംസ്ഥാനത്തിന്റെ നൃത്തരൂപമാണെന്ന് ചോദിക്കും. ഗർഭ ഏതാണ്? ഗുജറാത്തിൻ്റെതാണെന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം. അതിനെന്താണ്? യുനെസ്കോ സാംസ്കാരിക പട്ടികയിൽ ഉൾപ്പെടുത്താനായിട്ട് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. ഇന്ത്യ സ്പേസ് ഒഡീസയ്ക്കാരൻ ഏഷ്യ പുരസ്കാരം. ക്രിക്കറ്റില് 3 ഫോർമാറ്റിലും 100 മത്സരങ്ങൾ പൂർത്തിയാക്കിയ ആദ്യത്തെ ഇന്ത്യൻ താരമാണ് വിരാട് കോഹ്ലി. ലോകത്തിലെ ആദ്യ താരം റോസ് ടൈലർ. സുപ്രീം കോടതി വിധിയെ തുടർന്ന് നോയിഡയിലെ ഇരട്ട ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കി. ഇന്ത്യയിലും ബംഗ്ലാദേശിലും കുഷിയാര നദി ധാരണാപത്രത്തിന് അന്തിമ രൂപം നൽകി. കുഷിയാര നദി ഒഴുകുന്നത് ആസാമിലാണ്. പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇന്ത്യ ബംഗ്ലാദേശിനെ വേർതിരിക്കുന്നതാണ് കുഷിയാര നദി. ഓക്കെ. 30 നമ്മളിപ്പോ പറഞ്ഞ കാര്യം തന്നെ. 13ാമത് 2022 ഇന്ത്യ അമേരിക്ക ജോയിന്റ് സ്പെഷ്യൽ ഫോഴ്സ് ആണ് എക്സൈസ്. ജോയിന്റ് ഫോഴ്സ് എക്സൈസ് ആണ് വജ്രപഹാർ. അണ്ടർ 20 വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് സ്പെയിനാണ്. സ്പെയിനിൽ വെച്ച് നടന്ന സാൻസ് ഇന്റർനാഷണൽ ഓപ്പൺ ടൂർണമെന്റിന് കിരീടം നേടിയത് SL നാരായണനാണ്. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ മാലിന്യ സംസ്കരണ രംഗത്തിന് മികവിലുള്ള എക്സൈഡ് പരിസ്ഥിതി പുരസ്കാരം നേടിയത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം കേട്ടോ. നെക്സ്റ്റ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് ചെയർമാൻ M ജഗദീഷ് കുമാർ ആണ്.
അപ്പോ കേരളത്തില് സ്വന്തം നെൽവിത്ത് വികസിപ്പിച്ച ആദ്യത്തെ കർഷകനാണ് ശശിധരൻ. പ്രത്യേകത എന്ന് പറഞ്ഞാൽ മകളുടെ പേരിലാണ് കർഷകരുടെ നെൽവിത്ത് വരുന്നത്. ഗോപിക എന്നാണ് വിത്തിന്റെ പേര്. Then മെയ്ഡ്സ്ബർഗ് ഇന്ത്യ സിഇഒ ആയി നിയമിതനായത് സന്തോഷ് അയ്യറാണ്. മിഖായിൽ ഗോർബച്ചേവ് അന്തരിച്ചു. സോവിയറ്റ് യൂണിയന്റെ അവസാനത്തെ പ്രസിഡന്റാണ് മിഖായിൽ ഗോർബച്ചേവ്. 1991. അദ്ദേഹം ചെയ്ത് നടപ്പിലാക്കിയ പ്രധാന പരിഷ്കാരങ്ങൾ നോക്കുക. ഗ്ലാസ്നോസ്ത്, പെരിസ്ട്രോക്കിയ, അതുപോലെ തന്നെ ഗ്ലാസ്നോസ രാഷ്ട്രീയ രംഗത്ത് തുറന്ന സമീപനം, പൗരാവകാശങ്ങളിലുള്ള നിയന്ത്രണം, പത്രമാധ്യമങ്ങളുടെ മേലുള്ള നിയന്ത്രണങ്ങൾ നീക്കം ചെയ്തു. പെരിസ്ട്രോക്കിയ സമ്പദ്ഘടന പുനഃസംഘടിപ്പിക്കാനായിട്ട് നടപ്പിലാക്കിയതാണ്. 1990 സമാധാന നൊബേൽ പുരസ്കാരം ലഭിക്കുകയും ചെയ്തു. ഇത്രയും പോയിന്റുകൾ നോക്കി വെച്ചിരുക. അടുത്ത പരീക്ഷയിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. നാവികസേനയ്ക്ക് പുതിയ പതാക INS വിക്രാന്തിൽ ഉയർത്തും. 6 വർഷത്തിലധികം ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യങ്ങളിൽ ഫോറൻസിക് തെളിവ് ശേഖരണം നിർബന്ധമാക്കിയ രാജ്യത്തെ ആദ്യത്തെ പോലീസ് ഡൽഹി പോലീസ് ആണ്. ഇന്ത്യയിൽ പ്രളയ സാധ്യത ഭൂപടം തയ്യാറാക്കുന്ന ആദ്യത്തെ സംസ്ഥാനമാകുന്നത് കേരളമാണ്. കോടീശ്വരന്മാരിൽ മൂന്നാമനായി ഗൗതം അദാനി. 2022 ഓഗസ്റ്റ് ബ്ലൂംബർഗ് സമ്പന്ന പട്ടികയിൽ ലോക സമ്പന്നരിൽ 3-ാം സ്ഥാനത്തെത്തിയത് ഗൗതം അദാനിയാണ്. 3-ാം സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ ഏഷ്യക്കാരനാണ് അദ്ദേഹം. ഒപ്പം ഇന്ത്യയിലെ ആദ്യത്തെ തിരക്കേറിയ വിമാനത്താവളങ്ങളില് ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമായിട്ട് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഓഗസ്റ്റ് 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെയുള്ള പ്രധാന വാർത്തകളാണ്. നമ്മൾ മൊത്തം പത്രവാർത്തകൾ മുഴുവൻ കറണ്ട് അഫയേഴ്സ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതിന്റെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മുടെ ആപ്പ് വഴി നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ച് അറിയാനൊക്കെ ആയിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വാർത്തകളും പത്രവാർത്തകളും കറണ്ട് അഫയേഴ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ആൻഡ് താങ്ക് യു.